അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു സംഭവം നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മളവിടെ അങ്ങനെ പിടിക്കാൻ ചാൻസ് വളരെയധികം കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ആപ്പിളായിരിക്കും അല്ലെങ്കിൽ മുന്തിരി ആയിരിക്കും അങ്ങനെയുള്ള സംഭവമൊക്കെ നിങ്ങൾ ആലോചിച്ച് കൂട്ടേണ്ട. അതൊന്നുമല്ല, നമുക്ക് എന്തോ എന്നുള്ള കാര്യം നേരെ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ ബട്ടൺ അമർത്തിയിടുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പം മടി കൂടാതെ അത് നോക്കൂ. അത് കൂടാതെ നമ്മളെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മക്കളെ, നമ്മളങ്ങനെ നേരെ വന്നിരിക്കുകയാണ് നമ്മുടെ വീടിന് തൊട്ട് ഇപ്പുറത്തുള്ള ഒരു ഗ്രൗണ്ടിൽ. അപ്പോൾ നമ്മൾ എന്താണ് പിച്ചാൻ പോകുന്നുള്ള സംഭവം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ സംഭവം. ഇതിൻ്റെ പേര് ബ്ലാക്ക്ബെറി എന്നാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കിട്ടാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും, ഇതുപോലെ വളരാറില്ല. എൻ്റെ അറിവിലില്ല. ഇനി നമ്മുടെ മൂന്നാർ കിഴക്കൻ ഭാഗത്ത്, മൂന്നാർ ഇടുക്കി ആ ഒരു ഏരിയയിലൊക്കെ ഇത് വളരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിൽ അറിയാമെങ്കിൽ നിങ്ങളതൊന്ന് ഇവിടെ വന്ന് ഫുള്ള് ഉള്ള കാട്ടിലെല്ലാം കയറി ഉള്ള സാധനങ്ങളെല്ലാം പിച്ചെടുക്കുക. നല്ല സാധനങ്ങളല്ലേ. ഇപ്പോൾ ഇത് കഴിച്ചുള്ള ഗുണം എന്താ ഇതിൻ്റെ സംഭവം? എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ ഇതിൻ്റെ ഗുണം എന്തുവാന്നുള്ളത്. അത്യാവശ്യം നല്ല ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ള സംഭവമാണ്. വൈറ്റമിൻ കെ, വൈറ്റമിൻ സി ഒക്കെ കൂടുതലുള്ളതാണ്. അതുപോലെ നമ്മുടെ ബോഡി ഡീടോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്ഫുള്ളാണ്. ഇത് ജാമായിട്ടോ വൈനായിട്ടോ അതുപോലെ വൈൻ ഉണ്ടാക്കാം. വൈൻ നമുക്കൊരു വൈൻ നമുക്ക് പരീക്ഷ നോക്കാം. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടോ നോക്കി, ഒരുപാടുണ്ട്. നല്ല ഇതുണ്ടോ, ഇതിന്റെ കളർ കണ്ടോ, നല്ല പഴുത്തതാ. ഇത് നമ്മള് ബ്ലൂബെറിയുടെ ഒക്കെ പോലെ തന്നെ ഏകദേശം ആ ഒരു ഫാമിലിയിൽ പെട്ടൊക്കെ തന്നെ സാധനമാണ്. ഇവിടെ UK അത്യാവശ്യം ബെറീസ് ഒക്കെ നമുക്ക് ഇതുപോലെ എവിടെന്നെങ്കിലുമൊക്കെ വഴിയിൽ നിന്നൊക്കെ കിട്ടും. നമ്മളെ നാട്ടില് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ബ്ലൂബെറി ഒക്കെ ഒരുപാട് പൈസ കൊടുത്തല്ലേ വാങ്ങിക്കുന്നത്. ബ്ലൂബെറി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മള് പിന്നെ അങ്ങനെ വല്ലപ്പോഴും മേടിച്ചിട്ടില്ല, കണ്ടിട്ടുണ്ട്. നമ്മള് കണ്ടിട്ടേ ഉള്ളൂ. നമ്മളെ നാട്ടിൽ നാട്ടിൽ അത്യാവശ്യം നല്ല പൈസയാണ്. ഇതിപ്പോ നമുക്ക് ഫ്രീ ആയിട്ട് ഇതുപോലെ വഴിയിൽ നിന്ന് കിട്ടുന്നതല്ലേ. നമുക്ക് വലിയ മുടക്കൊന്നുമില്ല. വന്ന് കുറച്ച് സമയം കണ്ടെത്തി വന്ന് എടുത്താൽ മതി. നമുക്കിത് ഫ്രീസ് ചെയ്ത് കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് എന്തെങ്കിലും സർബത്ത് ഉണ്ടാക്കാനോ ഒക്കെ നല്ലതാ. ഇത് കാണുമ്പോൾ എനിക്ക് വേറൊരു സാധനം ഓർമ്മ നോക്കിയേ. ഇത് കണ്ടിട്ട് നമ്മുടെ മൾബറി പോലില്ലേ, മൾബറി ഏകദേശം മൾബറി കുറച്ചും കൂടെ നീളത്തിലുള്ളത്. ഇത് മൾബറി ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം അവിടെ വീട്ടിലൊന്നും കാണാറില്ല അങ്ങനെ, നമ്മുടെ നാട്ടിലൊന്നും അധികം. പക്ഷെ ഇത് കഴുകിയിട്ട് കഴിക്കല്ലേ സംഭവം. പ്രത്യേകിച്ച് വേറെ മരുന്നും കാര്യങ്ങളൊന്നും, ഫ്രഷ് സാധനമാണ് ഇത്. പക്ഷേ ഈ പൊടിയുണ്ട്, പൊടിയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടേ അത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴുകിയിട്ട് വേണം കഴിക്കാൻ. അല്ല ഇപ്പം കഴിച്ച് നോക്കാമായിരുന്നു. കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടുത്തെ ആൾക്കാരും വന്ന് പിച്ചത്തില്ല. അല്ല, ഇവര് ചിലവരൊക്കെ വന്ന് പിച്ചുന്നുണ്ട്. പിന്നെ അവര് നമ്മളിപ്പം വഴിയിലൊക്കെ എന്താ നമ്മുടെ ചാമ്പക്കൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമ്മളങ്ങനെ വലിയ മൈൻഡ് ആകത്തില്ലല്ലോ. അത് ശരിയാ. അതുപോലെ തന്നെ അവർക്കും കണ്ട് ശീലിച്ചാൽ അവർക്ക് വലിയ മൈൻഡ് ഇല്ല. അപ്പോൾ നമ്മളങ്ങനെ ഇത്ര ബെറി പിച്ചിട്ടുണ്ട്, ബ്ലാക്ക് ബെറി. അപ്പോൾ നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് ഇനി വൈൻ ഉണ്ടാക്കണോ ജാം ഉണ്ടാക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഏതെങ്കിലും ഉള്ള നമ്മൾ ഉണ്ടാക്കാതിരിക്കത്തില്ല. ഇവിടെ ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ ഇത്ര എടുത്തിട്ടുള്ളൂ. നമ്മൾ ചെറിയൊരു ബോക്സാ കൊണ്ടുവന്ന് അത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ മൊത്തം മുള്ളായിരുന്നു. എത്ര കിലോ ഉണ്ട്? ഒരു 1.5-2 കിലോ കാണുമായിരിക്കും. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ പിടിച്ചിട്ട്. ഒന്നെങ്കിൽ ജാം അല്ലെങ്കിൽ വൈൻ. അപ്പോൾ ഇതിലേതാ ഉണ്ടാക്കണമെന്നുള്ള സംഭവം നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മക്കളെ, നമ്മളെ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഇത് മതി പോകാം. അപ്പോൾ ഓക്കെ, ടാറ്റാ.